സ്വർണം അടിഞ്ഞുകൂടിയ നദി കിട്ടുന്നവർക്ക് വീട്ടിൽ കൊണ്ടുപോകാം. പുതിയ സ്വർണ്ണഖനികൾക്കുള്ള അന്വേഷണം രാജ്യത്തെമ്പാടും തകൃതിയായി നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ വിവിധ നദികളിലും സ്വർണ്ണ സാന്നിധ്യം കണ്ടെത്തിയിട്ടുമുണ്ട്. വയനാടൻ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ചാലിയാർ ഇതിന് ഉദാഹരണമാണ്. അത്തരത്തിൽ ലോക പ്രശസ്തിയാർജിച്ച ഇന്ത്യയിലെ ഒരു നദിയാണ് സുബർണരേഖ നദി അഥവാ സ്വർണ്ണരേഖ നദി. സുബർണരേഖ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ സ്വർണ്ണമൊഴുകുന്ന ഈ നദി ജാർഖണ്ഡിലെ റാഞ്ചി പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച് ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നു. ഏകദേശം 474 കിലോമീറ്റർ നീളമുള്ള സുബർണരേഖ പുരാതന കാലം മുതൽ സ്വർണത്തിന്റെ സാന്നിധ്യത്തിന് പേര് കേട്ടതാണ്. തീരങ്ങളിലും നദീതടങ്ങളിലും സ്വർണ്ണ കണങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെയാണ് നദിക്ക് സുബർണരേഖ എന്ന പേര് ലഭിക്കുന്നത്. നദിയിൽ ഇന്ന് മണൽ ഖനനത്തിന് ഉൾപ്പെടെ വിലക്കുണ്ടെങ്കിലും ഇപ്പോഴും ആളുകൾ ഇവിടെ സ്വർണം തിരഞ്ഞ് എത്താറുണ്ട്. സ്വർണ്ണത്തരികൾ കിട്ടിയെന്ന് അവകാശപ്പെട്ട് പലരും രംഗത്ത് വന്നിട്ടുമുണ്ട്. നദിയിൽ നിന്നും കിട്ടുന്ന മണലിൽ നിന്നും സ്വർണം വേർതിരിക്കുന്നത് ഇവിടുത്തെ ഗോത്രവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ മുഖ്യ തൊഴിലുകളിൽ ഒന്നാണ്. സുബർണരേഖ നദിയിലെ സ്വർണ്ണ നിക്ഷേപങ്ങളെ കുറിച്ച് നിരവധി പഠനങ്ങളും ഗവേഷണങ്ങളും നടന്നിട്ടുണ്ട്. ചില വിദഗ്ധർ വാദിക്കുന്നത് സുബർണരേഖയുടെ പോഷക നദിയായ കർക്കരി നദിയിൽ നിന്നാണ് ഈ സ്വർണം പ്രധാനമായും എത്തിയതെന്നാണ്. കാരണം കർക്കരി നദിയിലെ മണലിൽ മുൻപ് സ്വർണത്തിന്റെ അംശങ്ങൾ കണ്ടെത്തിയിരുന്നു.